ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ ഗുണഭോക്താക്കൾക്കുള്ള വാർത്തയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. 8 മാസത്തെ കുടിശ്ശികയായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സർക്കാർ ഇന്ന് സഭയിൽ വ്യക്തമാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 8 മാസത്തെ കുടിശ്ശികയായി കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ ആഗ്രഹിക്കുന്നത് ഇനിയും പെൻഷൻ തുക ഉയർത്താൻ തന്നെയാണ്. പെൻഷൻ തുക ഉയർത്തുകയും കൂടെ ഇതുവരെ പെൻഡിങ്ങായി കിടക്കുന്ന 8000-ഓളം രൂപ കൊടുത്തു തീർക്കുകയും ചെയ്യുമെന്നാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സഭയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 നിന്നും ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും കൂടാതെ 2024-25 സാമ്പത്തിക വർഷത്തിലെ 2 ഗഡുക്കളും 25-26 സാമ്പത്തിക വർഷത്തിലെ മുടങ്ങിക്കിടക്കുന്ന 3 ഗഡുവും വിതരണം ചെയ്യാൻ വൈകാതെ ഉദ്ദേശിക്കുന്നുവെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. ചട്ടം 300 പ്രകാരം സഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ ഗുണഭോക്താക്കൾക്ക് 5 ഗഡുവാണ് പെൻഡിംഗ് ആയി കിടക്കുന്നത്. ഇതിന് മാത്രം 4250 കോടി രൂപയാണ് സർക്കാരിന് ആവശ്യമായിട്ടുള്ളത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന 1700 കോടി രൂപ വിതരണം ചെയ്യാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ ഈ തുക വിതരണം ചെയ്യുമെന്നും അതുപോലെ തന്നെ പെൻഷൻ 1600 നിന്നും ഇനിയും ഉയർത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.